ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. നിന്നെ ഞാനങ്ങനെ വിടില്ല. നീ ചെയ്തതിനൊക്കെ ഞാൻ കണക്ക് ചോദിക്കും. ഞാനിപ്പോ എന്റെ പത്നിയെ കാണുന്നത് എന്റെ കൊച്ചുമോളിലൂടെ. അമ്മമ്മേ, പത്മാവതി മേഡത്തെ കണ്ടെത്തണ്ടേ? കണ്ടെത്തണം. ആദ്യം എനിക്ക് അവളോട് മാപ്പ് പറയണം. പിന്നെ അവള് പ്രതാപനായിട്ട് പിരിയാനുള്ള കാരണം അറിയണം. ഒരു നിമിഷത്തെ കോപം കൊണ്ട് നമ്മുടെ ജീവിതം ആകെ മാറി മറിഞ്ഞു പോകും. എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതാ. നിനക്ക് നിന്റെ അമ്മയെയും എനിക്ക് എന്റെ മകളെയും തിരിച്ചു കിട്ടണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നേരൊരുപാടായി. രണ്ടുപേരും കിടന്നുറങ്ങാൻ നോക്ക്. രാജു എന്താ ആലോചിക്കുന്നേ? പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ രണ്ടുപേരും? എന്നിട്ട് പിരിയാനുണ്ടായ കാരണം എന്താണെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഞാനും അത് പല പ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ഉത്തരം കണ്ടെത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. വളരെ ക്ഷമയുള്ള ആളാണ് വർമ്മ സാറ്. ആരോടും പിണങ്ങാനും സാറിനാവില്ല. എന്നിട്ടും സ്വന്തം ഭാര്യയോട് സാറ് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് വേറെ എന്തൊക്കെയോ കാരണങ്ങളുണ്ടാവും. ഉണ്ടാവും. പക്ഷേ അച്ഛന്റെ ഭാഗത്തുനിന്ന് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല. എന്തായാലും മാഡത്തിന്റെ അമ്മയെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? എന്തിന്? മകളെ കുറിച്ച് ഇതുവരെ അന്വേഷിക്കാത്തൊരമ്മയെ ഞാൻ എന്തിനാ രാജു കാണുന്നത്? കുഞ്ഞുനാളിലൊക്കെ ഞാൻ ഒരുപാട് മോഹിച്ചിരുന്നു എന്റെ അമ്മയൊന്ന് കാണാൻ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോ അമ്മമാരും അവരുടെ മക്കളെ സ്കൂളിൽ കൊണ്ടുവിടുമ്പോഴും കൊണ്ടുപോകുമ്പോഴൊക്കെ ഞാൻ എന്റെ അമ്മയെ ഓർത്ത് ഒരുപാട് കരഞ്ഞിരുന്നു. പിന്നെ പിന്നെ അമ്മ എന്നത് ഒരു കടങ്കഥ പോലെയായി. ഞാൻ അമ്മയെ മറന്നു. അമ്മമാരും മരിച്ച മക്കളും ജീവിച്ചിരിപ്പുണ്ടല്ലോ. മാഡത്തിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്. നമുക്ക് അവരെ കണ്ടുപിടിക്കണം. ഇവര് തമ്മിൽ പിരിയാനുള്ള കാരണം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിക്കണമല്ലോ. ഏതായാലും എന്റെ അച്ഛനെ കുറിച്ച് ഞാൻ രാജുവിനോടൊന്നും പറയണമെന്നില്ലല്ലോ. അച്ഛനെ പോലെ ഒരു വലിയ മനുഷ്യൻ ഒരു തെറ്റും ചെയ്യാതെ അമ്മയെ ഉപേക്ഷിക്കോ? ആ, മാഡം പറയുന്നത്. അമ്മ അച്ഛനോട് എന്തെങ്കിലും ഒരു വലിയ തെറ്റ് ചെയ്ത് കാണും. അച്ഛനൊരിക്കലും സഹിക്കാൻ പറ്റാത്ത തെറ്റ്. അതായിരിക്കണം അച്ഛൻ അങ്ങനെ ഒരു വലിയ തീരുമാനം എടുക്കാൻ കാരണം. പത്മാവതി മാഡത്തിന്റെ അച്ഛനും അമ്മയും വലിയ മനുഷ്യരാ. വളരെ നല്ല സ്വഭാവമുള്ളവരാ. അവരുടെ ഒരേ ഒരു മകളാ പത്മാവതി മാഡം. അവരുടെ ഭാഗത്തുനിന്ന് ആർക്കും സഹിക്കാൻ പറ്റാത്തൊരു തെറ്റുണ്ടാവോ? എന്തായാലും എങ്ങനെയെങ്കിലും പത്മാവതി മാഡത്തെ കണ്ടെത്തിയേ പറ്റൂ. നേരിലൊന്ന് കാണണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. അത് അമ്മയോട് അറ്റാച്ച്മെന്റ് ഒന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് എന്റെ അച്ഛനാ വലുത്.
എന്തൊക്കെ വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ വളർത്തിയത് അച്ഛന്. എന്തായാലും ആ അമ്മയെ പോലെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചില്ലല്ലോ. ആരെയും കുറ്റപ്പെടുത്താനോ വിധി എഴുതാനോ നമുക്കിതിന്റെ പിന്നിലുള്ള കാരണങ്ങൾ അറിയില്ലല്ലോ. എന്തായാലും നമ്മൾ പത്മാവതി മാഡത്തെ അന്വേഷിക്കുന്നു. അമ്പലത്തിൽ വെച്ച് പത്മാവതി മാഡം എനിക്കൊരു കത്തെഴുതി വെക്കണമെങ്കിൽ മാഡം ആ പ്രദേശത്ത് എവിടെയോ ഉണ്ട്. അച്ഛന്റെ സഹായം തേടാം. എവിടെയാണെങ്കിലും കണ്ടെത്തിയേ പറ്റൂ. ആരായിരിക്കും ഈ ജഗന്നാഥൻ? എന്തായിരിക്കും വർമ്മ സാറും പത്മാവതി മാഡവും തമ്മിൽ പിരിയാനുള്ള കാരണം? ഓർക്കരുതെന്ന് കരുതുന്നെല്ലാം ഓർമ്മയിലേക്ക് ഇരച്ചു വരികയാണല്ലോ. സ്വസ്ഥമായിട്ട് ജീവിക്കാന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. നിന്നെ ഞാനങ്ങനെ വിടില്ല. നീ ചെയ്തതിനൊക്കെ ഞാൻ കണക്ക് ചോദിക്കും. നിന്നെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കിയിട്ടേ എന്റെ ആത്മാവ് ആ പരമാത്മാവിലേക്ക് ലയിക്കുള്ളൂ.